ഇന്നത്തെ തിരച്ചിൽ നിർത്തി വള്ളങ്ങളെല്ലാം കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. NDRFന്റെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെയും നാവികസേനയുടെയും എല്ലാം ബോട്ടുകൾ ഇപ്പോൾ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവിടെ വന്ന പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ തിരച്ചിൽ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ മഴ ചെറുതായിട്ട് തുടരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള പ്രശ്നം ഇന്നത്തെ തിരച്ചിലിന് മഴ വരുത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിലേതായാലും ഇന്നത്തെ തിരച്ചിൽ പൂർണ്ണമായി നിർത്തി. MLA സതീഷ് കൃഷ്ണസൈൽ പറഞ്ഞതനുസരിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പുഴയിൽ ഇറങ്ങുന്നതിന് വേണ്ടി, മുങ്ങിത്തപ്പുന്നതിന് വേണ്ടി വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. അതായത് ആദ്യം വലിയ മൺകൂന ഈ വെള്ളത്തിനടിയിലുണ്ട്, അതിന് ചുവട്ടിൽ പാറക്കഷ്ണങ്ങളുണ്ട്, അതിനും ചുവട്ടിൽ മരങ്ങൾ, കടപുഴകി വന്ന മരങ്ങളുടെ ഒരു വലിയ ശേഖരം അല്ലെങ്കിൽ വലിയൊരു നിക്ഷേപം അവിടെ തന്നെയുണ്ട്. ഏതായാലും ഇതെല്ലാം കൊണ്ട് താഴേക്ക് പോവുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ പുഴയ്ക്ക് അടിത്തട്ടിൽ ഉള്ളത്. അതായത് കാര്യമായി ആഴങ്ങളിലേക്ക് പോകാൻ ഈ ഈശ്വർ മാൽപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് MLAയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ SP-യും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഒക്കെ ഇപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം തിരച്ചിൽ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നാളെ ഈശ്വർ മാൽപ്പയും സംഘവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഏതായാലും വിശദമായിട്ടുള്ള ഒരു യോഗമാണ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോകുന്നത്. നിലവിലേതായാലും ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ഈ തിരച്ചിൽ എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. ഒഴുക്കും കാലാവസ്ഥയും മാത്രമല്ല, പുഴയ്ക്ക് അടിത്തട്ടിലേക്ക് പോകാൻ പ്രതിബന്ധങ്ങൾ ഏറെയാണ് എന്നുള്ളതാണ് സതീഷ് കൃഷ്ണസൈൽ പറയുന്നത്. അതായത് ആദ്യ ലെയർ ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളത്തിന് നടുഭാഗത്ത് ഉപരിതലത്തിൽ തൊട്ട് താഴെ വലിയ തോതിൽ മണ്ണടിഞ്ഞുകൂടിയിരിക്കുന്നു. അതിന് താഴെ വലിയ പാറക്കഷ്ണങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. അതിനും താഴെ അതിനിടയിലായി മരങ്ങളുണ്ട്. ഈ മരങ്ങൾക്കിടയിലേക്ക് ആരെങ്കിലും രക്ഷാ ദൌത്യ സംഘാംഗങ്ങൾക്ക് ഇറങ്ങാനായാൽ പക്ഷേ തിരിച്ചു കയറുക വലിയ പ്രയാസമായിരിക്കും. അത്തരമൊരു പ്രയാസം, അവിടുത്തെ പ്രായോഗിക ബുദ്ധിമുട്ടിന്റെ തീവ്രത ഇന്ന് നമ്മൾ കണ്ടതല്ലേ. ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളി സംഘം എത്തുന്നു, അതിവിദഗ്ധരായ ആളുകളാണ്. എന്നിട്ട് പോലും അവർക്ക് അതിജീവിക്കാൻ കഴിയാത്ത അത്ര വലിയ തിരയായിരുന്നു. എന്നിട്ടും അവർ പലവട്ടം അവരുടെ ജീവൻ പണയം വെച്ച് അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ശ്രമകരമായിരുന്നു അവരുടെ ഇന്നത്തെ പ്രയത്നം, ഒപ്പം അവരെ സഹായിച്ച സേനയുടെയും. ചങ്കുറപ്പ് എന്നുള്ളതിനൊരു പര്യായമുണ്ടെങ്കിൽ അത് ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രതീഷ് ഒന്ന് നോക്കൂ, നമുക്ക് ഇതിന്റെ താഴേക്ക് ഇറങ്ങാൻ പോലും പേടിപ്പെടുത്തുന്ന ഒഴുക്ക് ഈ പുഴയിൽ ഇപ്പോഴുമുണ്ട്. ഈ പുഴയുടെ ആഴങ്ങളിലേക്കാണ് ഈ ഒഴുക്കിനെ ഭേദിച്ചുകൊണ്ട് ഈ ഈശ്വർ മാൽപ്പെ എന്നുള്ള ആ വ്യക്തി ഇറങ്ങിയത്, ചാടിയത്, കുതിച്ചത്, ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയത്. അത്ര വലിയ ഒഴുക്ക് ഇവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ കാണാം അല്പസമയം മുൻപ് പുഴയ്ക്ക് കുറച്ച് തെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ കലങ്ങി ഒഴുകുന്നു. അതായത് മലയിൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്, വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുന്നുണ്ട്. അതാണ് ഈ പുഴ കലങ്ങി ഒഴുകുന്നതിന് കാരണമാകുന്നത്. ഏതായാലും അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ മഴ മുകളിൽ പെയ്യുന്നു, താഴേക്ക് വലിയ തോതിൽ പുഴ കുത്തിയൊഴുകുന്നു. ഈ സ്ഥിതി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും തിരച്ചിലിന് വലിയ പ്രതിബന്ധങ്ങൾ മുന്നിലുണ്ട്. ഈ പ്രതിബന്ധങ്ങളെ മറികടക്കുക എന്നുള്ളത് നിലവിലെ അവസ്ഥയിൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് MLAയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു രതീഷ്, ഈ പാറക്കഷ്ണങ്ങൾ, അതുപോലെ തന്നെ കൂറ്റൻ തടികൾ, മരച്ചില്ലകൾ, അതിനു മുകളിൽ ചേറടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇതിനെയൊക്കെ മാറ്റിയിട്ട് വേണം താഴെയുള്ള ലോറിയിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ. അത് തന്നെയാണ് ഈ രക്ഷാദൌത്യത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ MLAയും അതുപോലെ തന്നെ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഈ രക്ഷാദൌത്യ സംഘാംഗങ്ങളുമെല്ലാം ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം തിരച്ചിൽ സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാകും. മന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തുണ്ട്. നമ്മുടെ MLAമാരായിട്ടുള്ള വിജിനും അതുപോലെ തന്നെ തൃക്കരിപ്പൂർ MLA M രാജഗോപാലും സ്ഥലത്തുണ്ട്. ഇവരോടെല്ലാം അതുപോലെ തന്നെ ആദ്യം മുതൽ ഇവിടെ അക്ഷീണം പ്രയത്നിക്കുന്ന, ഏകോപനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന AKM അഷ്റഫ് MLA-യുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ആലോചനയ്ക്ക് ശേഷമായിരിക്കും തിരച്ചിലിന്റെ ഭാവി എന്താണ് എന്ന് വ്യക്തമാകുക. ഏതായാലും
ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവരെല്ലാം കൂടി ഒരു യോഗം ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. വൈകാതെ എന്താണ് ഇതിന്റെ ഭാവി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. നിലവിലെ അവസ്ഥയിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തി കാരാവല്ലിയുടെ പടയാളികൾ എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഈശ്വർ മാൽപ്പയുടെ സംഘം 6 തവണ പുഴയ്ക്കടിയിലേക്ക് ഊളിയിട്ട് പോയി. പക്ഷേ പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ വളരെ വലുതായിരുന്നു. ഇന്നത്തെ ഒരു പോസിറ്റീവ് ഘടകം എന്നുള്ളത് ഒഴുക്കിനെ ഭേദിച്ച് കുറച്ചെങ്കിലും താഴേക്ക് ഈ സംഘത്തിന് പോകാനായി എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് കാലാവസ്ഥ പരിപൂർണമായി രക്ഷാപ്രവർത്തനത്തിന്, രക്ഷാദൌത്യത്തിന് അനുകൂലമായിരുന്നു. മഴ പൂർണ്ണമായും മാറി നിന്ന ഒരു ദിവസമായിരുന്നു. ഇത്രയ്ക്ക് അനുകൂലം നിന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സമയം 7:09, 7:10 ആകുന്നു. അവിടെ ഇപ്പോഴും കാര്യമായി ഇരുട്ട് വീണിട്ടില്ല. ആ ദൃശ്യങ്ങളിൽ, ശ്രീധരന്റെ പിന്നിലെ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകുന്നുണ്ട്. നല്ല അന്തരീക്ഷമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് മഴ പെയ്തിട്ടില്ല. അതായത് ഇത് 9ാം ദിവസമാണ് ഇന്ന് ഞാൻ ഈ സന്ധ്യയോടുകൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായാണ് ഇവിടെ മഴ ഇങ്ങനെ തുടരുന്നത്, മഴയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. തെളിഞ്ഞ കാലാവസ്ഥ, വെയിലുദിച്ച കാലാവസ്ഥ, സൂര്യനെ ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രക്ഷാദൌത്യം വളരെ വേഗത്തിൽ പുരോഗമിക്കാൻ ഇവർക്ക് പുഴയ്ക്കടിത്തട്ടിലേക്ക് സുഖകരമായി അവർക്ക് പരിശോധനകൾ നടത്താനുള്ള ഒരു സൗകര്യം കാലാവസ്ഥ ഇന്ന് ഉണ്ടാക്കി. അപ്പോഴും പുഴയിലെ ഒഴുക്ക് അത് കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. അതിന് പ്രധാന കാരണം ഇവിടത്തെ ഒരു അന്തരീക്ഷമല്ല, മലയ്ക്ക് മുകളിൽ വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന മഴയാണ് വലിയ പ്രതിസന്ധി ഈ പുഴയിലെ ഒഴുക്ക് കൂട്ടുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അല്പസമയം മുൻപ് തെളിഞ്ഞ വെള്ളമായിരുന്നു ഇവിടെ ഒഴുകിയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് കലങ്ങിയാണ് പുഴ ഒഴുകുന്നത്. മലയിൽ മഴ പെയ്യുന്നുണ്ട്. ആ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വിസിബിലിറ്റി എന്നുള്ളത് താഴെത്തട്ടിലേക്ക് ഒരു പ്രശ്നമല്ല എന്നാണ് രാവിലെ ഈശ്വർ മാൽപ്പെ അറിയിച്ച ഒരു കാര്യം. പക്ഷേ ആ വിസിബിലിറ്റിയേക്കാൾ കൂടുതൽ ഇത്തരം പ്രതിബന്ധങ്ങൾ, അതായത് രതീഷ് നേരത്തെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പാറക്കഷ്ണങ്ങൾ, മരച്ചില്ലകൾ, അതുപോലെ തന്നെ വലിയ തോതിൽ അടിഞ്ഞുകൂടിയ മണ്ണ്, അതിനൊപ്പം ഗംഗാവലിപ്പുഴ വിവിധയിടങ്ങളിൽ നിന്നായി ഒഴുക്കിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ആ പുഴയുടെ നടുക്കിലെ മൺതിട്ടയിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ആ മൺതിട്ടയ്ക്ക് നടുവിൽ, മൺതിട്ടയ്ക്ക് ആ ഭാഗത്ത് അതിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററെങ്കിലും മാറി ഈ മുങ്ങിയ വ്യക്തി അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച അല്പസമയം മുൻപ് കണ്ടു. അതായത് അരയ്ക്കൊപ്പം വെള്ളം മാത്രമേ ആ മൺതിട്ടയ്ക്ക് സമീപം ഉള്ളൂ എന്നുള്ളതാണ്. അതായത് പുഴ ഒരു 2 കൈവഴികളായിട്ട് ഈ ഭാഗത്ത് മാറി ഒഴുകുന്നതിന് ആ മൺതിട്ട കാരണമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ചില, അല്ലെങ്കിൽ ജിയോളജിസ്റ്റുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മൺതിട്ട എന്നുള്ളത് വലിയ തോതിൽ പുഴയുടെ ഗതിമാറ്റത്തിന് കാരണമാവാൻ സാധ്യതയുണ്ട്. അത്രയധികം നിക്ഷേപം, മണ്ണിന്റെ നിക്ഷേപം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഇന്നത്തെ തിരച്ചിലിൽ നിന്ന് ലഭിച്ച ആ ഒരു കാര്യങ്ങൾ. ഏതായാലും ഈശ്വർ മാൽപ്പെ എന്നുള്ള ആ മുങ്ങൽ വിദഗ്ധന്റെ, മത്സ്യത്തൊഴിലാളിയുടെ ഒരു മനോധൈര്യം തന്നെ ഇന്നത്തെ കാര്യത്തിൽ, ഇന്നത്തെ ദിവസം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നാവികസേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും പരിശീലനം സിദ്ധിച്ച ആളുകൾക്ക് പോലും ഇറങ്ങാൻ അനുമതിയില്ലാത്ത ആ സ്ഥലത്താണ്, ആ ഒഴുക്കിലാണ് ഈശ്വർ മാൽപ്പെ എന്നുള്ള 45-കാരൻ, ഈ കാരാവല്ലിയുടെ ഒരു ജലാശയങ്ങളുടെ കാവൽക്കാരൻ എന്നതൊക്കെ നമുക്ക് വിളിക്കാം. നിരവധി ജീവിതങ്ങളെ അദ്ദേഹം, നിരവധി മനുഷ്യരെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം അവിടെ പുഴയിൽ ഇറങ്ങി, വളരെ മനോധൈര്യത്തോടു കൂടി ഇറങ്ങി 2 തവണ അദ്ദേഹത്തിന്റെ വടം പൊട്ടി അദ്ദേഹത്തിന് മുന്നോട്ട് ഒഴുക്കില് പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. ഏതായാലും 100 മീറ്ററോളം ഒഴുകിപ്പോയി. എന്നിട്ട് രക്ഷാദൌത്യ സംഘം അദ്ദേഹത്തെ രക്ഷിച്ചു.